അല്ല നീ അവിടെ പോയിട്ടാ വീടുന്നത്? പുതിയ ശീലനെ പഠിച്ചു വെച്ചിട്ടുണ്ടല്ലോ. പുതിയ ശീല? അമ്മ എന്താ അങ്ങനത്തെ ഒരു ചോദ്യമല്ലോ? പുതിയ ശീലം പഴയ ശീലം? ഒന്നുമില്ല മോനെ, ഞാൻ വെറുതെ ഒന്ന് ചോദിച്ചതാ. നീ എവിടെ പോകുന്നുണ്ട് എന്നോട് ചോദിച്ചില്ലല്ലേ പോക്കുള്ളൂ, അതുകൊണ്ട് ചോദിച്ചു പറഞ്ഞതാ. എപ്പോഴും ഇതുപോലെ ചോദിച്ചു പോയി ഞാൻ ചെറിയ കുട്ടിയൊന്നല്ലല്ലോ. ഇങ്ങനെ എല്ലാവർക്കും ചോദിച്ചു പോകണമെങ്കിൽ ഇതാ സമയം ഉണ്ടാവുള്ളൂ. ഇല്ലേ തന്നെ 1000 പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ കൊണ്ടുപോകാൻ പറഞ്ഞു വരുന്നു. നീ ഇങ്ങനെ ദേഷ്യപ്പെടും, ഞാനിതങ്ങ് പറഞ്ഞിക്കാം. എന്റെ കെട്ടിയോട് പറഞ്ഞതായിരിക്കും എന്നോട് ഇങ്ങനെ പറയണത് അല്ലേ? അമ്മ വെറുതെ എഴുതാപ്പുറം വായിക്കാൻ നിൽക്കണ്ട. ഇനി ഞാൻ പറഞ്ഞ ചോദ്യം ഓളെ കാര്യം ഇട്ടോ എന്തെങ്കിലും. ഇല്ലേ തന്നെ വരാതിരിക്കും സമയം. ഓ എന്റെ ദൈവമേ, ഇവള് എന്റെ മോനെ എന്നെ തെറ്റിക്കുമല്ലേ. നീ എന്തെല്ലാം കണ്ടറിയണല്ലോ. അല്ല നിങ്ങൾ എവിടെ പോയതാ? കുറെ നേരമല്ലോ പോയിട്ട്, ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ പോകുമോ? ഒരാവശ്യത്തിന് പോയതാടി. പോയ കാര്യം ശരിയായ മാത്രം ഇഞ്ചോടി പറയാന്ന് വിചാരിച്ച്, അതുകൊണ്ടാണ് പിന്നെ ഇഞ്ചോടി പറയാണ്ടത് പോയത്. ഞാൻ സസ്പെൻസ് ഇടാതെ കാര്യം പറ. എന്താ കാര്യം? എടി സസ്പെൻസിലൊന്നും ഇല്ലടി. എടി എൻ്റെ ഫ്രണ്ടില്ലേ രാഹുലി, ഞാൻ പറഞ്ഞിട്ടില്ലേ എറണാകുളത്ത് ജോലി ചെയ്യുന്നു. അപ്പോൾ അവൻ്റെ കമ്പനിയിൽ വേക്കൻസി ഉണ്ടെന്ന് അവൻ ആദ്യം എന്നോട് പറഞ്ഞിരുന്നു. പിന്നെ അവനൊന്ന് കാണാമെന്ന് വിചാരിച്ച് പോയതാ, അത്രേ ഉള്ളൂ. ആഹാ, അതിനു വേണ്ടിയാ പോയെ? എന്നിട്ട് എന്നോടൊന്നും പറയാണ്ടെന്ന്? എന്നിട്ട് എന്തായി? അല്ലത് നടക്കുവോ? ശരിയാവും അവൻ പറഞ്ഞത്. അപ്പോൾ നിനക്കും അവിടെ ജോലി കിട്ടിയാ പിന്നെ നമുക്ക് എറണാകുളം സെറ്റ് ആവാലോ. നിന്റെ CV അയച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടാവേ. എല്ലാം ദൈവത്തിൻ്റെ അടുത്താവും. റെഡിയായാൽ മതിയല്ലേ? നീ ഇത്ര പെട്ടെന്ന് എല്ലാം ഓക്കെ ആക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോകാൻ വിചാരിച്ചിട്ടില്ല. ഇപ്പോൾ വീട്ടുകാരൊക്കെ സ്നേഹം എന്നോട് ഉണ്ടല്ലേ, എന്നിട്ട് ഇതുവരെ ഒന്നും പറയാണ്ട് നിന്ന്. ഞാൻ കെട്ടിക്കൊണ്ടുപോകുന്ന പെണ്ണല്ലേ നീ. നിന്റെ സങ്കടവും കണ്ടില്ലെന്ന് വെക്കാൻ എനിക്ക് പറ്റൂലല്ലോ. പക്ഷേ എന്താ ഒരു പക്ഷേന്ന്? അത് നമ്മൾ ഇവിടുന്ന് പോയാ പിന്നെ അച്ഛനും അമ്മയും ഒറ്റക്കല്ലേ ഇവിടെ ഉണ്ടാവുള്ളൂ. നിന്റെ കൂടെ അമ്മ തെറ്റ് ചെയ്തിട്ടുണ്ടാവും. അത് നമ്മൾ പറഞ്ഞാൽ തീരുന്ന പ്രശ്നങ്ങളല്ലേ ഉള്ളൂ. നമ്മൾ എടുത്തു ചാടി ഈ നാടും ഈ വീടും വിട്ടിട്ട് നമ്മൾ അവിടെ പോയാൽ നമുക്ക് സമാധാനം ഉണ്ടാവില്ല. നമുക്ക് ഇവിടെ തന്നെ നിന്നാൽ പോലെ. നീ ഒന്ന് ആലോചിച്ചോ. എൻ്റെ അബി, നീ എന്താ കൊച്ചു കുട്ടിയാ? നിന്റെ ഈ ചീപ്പ് സെൻറ്റിമെൻറ്റ്സ് എല്ലാം ഒഴിവാക്കാദ്യം. നിനക്ക് മാത്രമുണ്ടോ ഒരു അച്ഛനും അമ്മയും? ഞാനെന്താ അച്ഛനും അമ്മയും ഇല്ലാത്ത കുട്ടിയാ? ഞാൻ അവരെല്ലാം ഉപേക്ഷിച്ചിട്ടല്ലേ നിൻ്റെ കൂടെ വന്നേ. അപ്പോഴാ ഇപ്പോൾ എല്ലാ കാലവും ഇങ്ങനെ അച്ഛനും അമ്മേനെ കെട്ടിപ്പിടിച്ചിരിക്കുന്നതല്ലേ. ആദ്യം ഈ സെൻറ്റിമെൻറ്റ്സ് എല്ലാം ഒഴിവാക്കിയിട്ട് പ്രാക്ടിക്കലായി ചിന്തിക്കാൻ നോക്ക്. നിനക്കെന്താ വിവരമില്ലേ? നീ പഠിച്ചിട്ടില്ലേ? നീ പറഞ്ഞതൊക്കെ ശരിയാ, പക്ഷേ എൻ്റെ മനസ്സ് പറയുന്നേ ഇതൊന്നും വേണ്ടാന്ന്. കാരണം എൻ്റെ ഏച്ചിയും എന്നെയും ഒരു വടിയെടുത്ത് പോലും ഇന്ന് വരെ അച്ഛനും അമ്മയും തല്ലിയിട്ടില്ല. അച്ഛൻ വഴക്ക് പറഞ്ഞാലും അമ്മ എപ്പോഴും വന്ന് ആശ്വസിപ്പിക്കുകയുള്ളൂ. ആ അമ്മ നിന്റെ കൂടെ ഇങ്ങനെ ചെയ്തെന്ന് പറയുമ്പോൾ എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ കള്ളം പറഞ്ഞതാണെന്നാ നിങ്ങൾ പറയുന്നേ? അതല്ലടി, എല്ലാ അമ്മമാരും അങ്ങനെ തന്നെയാ. കെട്ടിക്കഴിഞ്ഞാൽ വിചാരിക്കും അവരെക്കാളും സ്നേഹം ഭാര്യമാരോടാണ്. അതിന്റെ ഈഗോ പ്രശ്നം നിന്റെ അമ്മയ്ക്കു, അതല്ല എന്നോട് തീർക്കും. നിനക്കാണെങ്കിൽ പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇനി എന്താന്ന് വെച്ചാൽ നീ തന്നെ ഇത് എനിക്ക് പറയാനുള്ള ഞാൻ പറഞ്ഞു. വല്ലാത്തൊരവസ്ഥയാണ് ദൈവം എനിക്ക് തന്നെ. നിങ്ങൾ ഇവളുടെ വാക്ക് കേൾക്കാതിരിക്കാനും പറ്റുന്നില്ല, ഇവിടെ വിട്ടു പോകാനും പറ്റുന്നില്ല. വല്ലാത്ത ജന്മം തന്നെ, തലവേദന. അയ്യേ. 66ാമത്തെ ചരമദിനം, 1ാം ചരമദിനത്തിന് എന്ത് ചരമദിനം മാത്രം വെക്കുന്ന പാമ്പു കടിയേറ്റു മരിച്ചു. പാമ്പിൻ്റെ വായിലായിരുന്നു വയറ്റു കൊടുത്ത് കാമ്പ് ഇരിക്കാൻ തന്നെ. 46 വയസ്സ്, വലിയൊരു ചെറിയ പെണ്ണല്ലോ. അയ്യോ. എല്ലടി ഇരിഞ്ഞെന്തുന്ന രാവിലെ തന്നെ സങ്കടമല്ല എൻ്റെ മുഖത്ത്. നീ ഇങ്ങനെ കാണാറില്ലല്ലോ. നീ ചായ എടുക്ക് പോയിട്ട്.
നമ്മളെ മോനിപ്പം പണ്ടത്തെ സ്നേഹമൊന്നും നമ്മളോടില്ല. ഇപ്പം ചെന്ത് പറയുമ്പോ ദേഷ്യം തന്നെയായിരിക്കും ഏത് സമയം. അടിയൊക്കെ തോന്നുന്നതാടി, കല്യാണൊക്കെ കഴിച്ചല്ലേ, കുറച്ച് സ്നേഹം ഒക്കെ കൂടി കൊടുക്കട്ടോ. എനിക്ക് മാത്രം കുറെ കാലത്ത് അന്നല്ലേ, അതിന്റെ വെറും തോന്നല. കുറച്ച് സ്നേഹം കൂടിപ്പോയി കുറഞ്ഞ് ഇവിടെ മനുഷ്യന് ജീവിക്കാൻ പറ്റുന്നില്ല, ഒക്കെ സ്നേഹം കുറഞ്ഞു പോയി. ഓള് ഓരോന്ന് കുത്തി കൊടുത്തിട്ടാ ഇപ്പൊ എന്നോട് വല്ല അകൽച്ച കാണിക്കുന്ന പോയ. ഇനിയാ ഇത് പറയുന്നത്? മരുമോള കൊമ്പത്ത് വെച്ച് നടന്നല്ലേ, ഞാൻ അന്നേരെ പറഞ്ഞിക്ക് ഇതിന് സങ്കടപ്പെടുവേന്ന്. അപ്പൊ ഞമ്മളെ ആര് കേക്കെ? ഓ, ഇതെല്ലാം ഞാൻ അനുഭവിക്കട്ടെ. ഒരാളെ നിർത്തുന്ന ഒരു പരിധിയുണ്ട്, അതേ തലേ കയറ്റി വെച്ചാലോ ഞാനൊന്നും പറയുന്നില്ല. ഇങ്ങനെ ശവത്തി കുത്തല മനുഷ്യ, ഞാനും അവന്റെ പെറ്റ അമ്മയല്ലേ, എനിക്ക് സഹിക്കൂലേ ഇത് പറയുന്നൊന്നും. ഇന്നലെ കേറി വന്ന പെണ്ണിന്റെ വർത്തമാനം കേട്ടിട്ടല്ലേ ഓരോ ഇതെല്ലാം പറയുന്നത്. ഞാൻ ഇന്ന് വരെ ഓനൊന്ന് വേദനിപ്പിച്ചേക്ക, 10-26 വയസ്സ് വരെ ആയിട്ടു ഓനെ ഞാൻ എന്തെങ്കിലും പറഞ്ഞിനാ? എനിക്ക് മിണ്ടാണ്ടിക്കണോ? ഇനിയായിട്ട് ഇനി ഒരു പ്രശ്നത്തിന് ഇനിയായിട്ട് പോകണ്ട. മിണ്ടാണ്ടിക്ക് പറയുന്നിപ്പോ, ഞാൻ പറയുന്നിപ്പെങ്കിലും ഞാൻ അനുസരിച്ച്. ഞാൻ ആരോടും ഒരു കാര്യം പറയാൻ പോകുന്നില്ല. ഞാൻ എന്റെ ഭക്ഷണം നിങ്ങളോട് പറഞ്ഞുള്ളൂ. അല്ലടാ, ഇന്ന് ഇനി ജോലിക്ക് പോകുന്നില്ലേ? സമയത്രയായി? ഇല്ലച്ച, ഞാൻ ലീവില. ഞാൻ ജോലി വേണ്ടെന്ന് വെച്ചിട്ടാണ്. ജോലി വേണ്ടെന്ന് വെച്ചിട്ടുണ്ടാ? ഇങ്ങനെന്താണോ പറയുന്നേ? ഇതിനെ ചെറിയ പിള്ളേരെ കഴിയത് ജോലി വേണ്ടെന്നല്ലേ വെക്കുന്നത്? ഒരു ജോലി വേഗം കളയാൻ പറ്റും. ഒരു ജോലി കിട്ടാൻ ഒരുപാട് വിഷമിക്കുകയും നമ്മളെ വാക്കൊന്നും ആരും കേൾക്കണ്ട മക്കളെ. നിങ്ങൾ എന്തുവാണ് ചെയ്യും? ആ കമ്പനി റെഡിയില്ല അച്ഛാ. ഞാനാണെങ്കിൽ ഞാൻ വേറെ കമ്പനി സെറ്റ് ആക്കിയിട്ടുണ്ട് ജോലി. ഞാൻ ഇപ്പൊ അവിടത്തേക്ക് മാറുന്നു. അങ്ങനെ ഞാൻ പേടിച്ചു പോയല്ലോ. ഇനി നല്ലോണം നോക്കിക്കോ, പല തട്ടിപ്പുള്ള കാല. അത് നല്ല ജോലി നോക്കിയിട്ട് കയറിയാൽ അമ്മായി, തിരക്കൊന്നും പേടിക്കണ്ട. അതൊക്കെ അന്വേഷിച്ച അച്ഛാ. നമ്മളെ കിഴക്കലെ പ്രഭാകരട്ടനില്ലേ, അവരെ മകൻ ജോലി ചെയ്യുന്ന ഈ കമ്പനിയില്ല. അവനെ ഈ ജോലി സെറ്റ് ആയി തന്നെ. ആ ചെക്കനാ? അല്ല, ആ ചെക്കൻ ഇപ്പൊ നാട്ടിലൊന്നും ഇല്ലാലോ. അവൻ നാട്ടിലല്ല, അവന് എറണാകുളത്താ ജോലി, കാക്കനാട്. അല്ലടാ, അല്ല ഇത് എറണാകുളത്തല്ലേ? നിന്റെ കല്യാണിപ്പം കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര ആഴ്ചയല്ലേ ഉള്ളൂ? ജോക്കാണ് ഇതൊരു സങ്കടമാവൂലേ എറണാകുളത്ത് പോകുമ്പോ? നീ എന്ത് ചെയ്യുമ്പോ നല്ലോണം ആലോചിച്ച് ചെയ്യണേ മോനെ. ഇപ്പത്തെ കുട്ടികളുടെ മനസ്സ. അതിന് ഞാൻ ഒറ്റക്കൊന്നല്ല പോന്നെ, ഓളെയും കൂട്ടുന്നുണ്ട് എറണാകുളത്തേക്ക്. അപ്പോ ആദ്യം നിങ്ങൾ രണ്ടാളും തീരുമാനിച്ച കാര്യല്ലേ? അച്ഛന് വലിയ സന്തോഷായി. ഒറ്റക്ക് തീരുമാനം എടുക്കാനുള്ള എൻ്റെ മോനായല്ലോ. അച്ഛന് വളരെ വലിയ സന്തോഷായി, വളരെ വലിയ സന്തോഷായി. ഞങ്ങൾ രണ്ടാളും നോക്കുകയാണ്, പേടിച്ചിട്ട് ആഗ്രഹം ഒന്നും മാറ്റണ്ട. ഞങ്ങൾ എങ്ങനെയും ജീവിച്ചോളൂ. അച്ഛാ, ഞാൻ അച്ഛനെ അമ്മയോട് ഇത് പറയണം, അന്നാളെ റെഡി ആവുള്ളൂ. അല്ലേ വലിയ പ്രശ്നത്തിലാ പോവാ. ഞങ്ങൾ മാറുന്ന ഏറ്റവും നല്ലത്. അല്ല അബി, എന്തെന്നാ നീ പറയുന്നേ? നീ പറഞ്ഞ നിനക്ക് തീരെ ഒന്നും മനസ്സിലാകുന്നില്ല. അല്ല, എന്ത് തെറ്റാ ഇവിടെ നടന്നേ? ഞാനറിയാണ്ട് ഈ വീട്ടില്. അല്ല, എനിക്ക് അറിയാൻ പറ്റാണ്ട് എന്റെ അമ്മ എന്നാ ഇഞ്ചോട് തെറ്റിയത്? എന്റെ മോനെ, അല്ലാത്തൊരു അവസ്ഥയായി പോയി. ഓ, ഞാൻ ചെറിയ കുട്ടിയൊന്നല്ല, എന്റെ കാര്യങ്ങൾ തീരുമാനിക്കാൻ എനിക്കറിയാം. അതിനുള്ള പക്വതയല്ല എനിക്കറിയാം എന്താക്കണമെന്ന്.
ഞങ്ങള് നെക്സ്റ്റ് വീക്ക് എറണാകുളത്തേക്ക് പോകണം. അച്ഛൻ അമ്മയോട് ഇപ്പം തന്നെ മനസ്സിലാക്കി കൊടുക്കണം. ഒരു പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട. ഇനി കരച്ചിലും പിരിച്ചലായിട്ട് നാട്ടുകാരെ അറിയിച്ചിട്ട് അടിയുണ്ടാക്കി പോയി എന്ന് പറയിപ്പിക്കൊന്നും വേണ്ട. അതിനെക്കാട്ടും നല്ലത് ഒരു സന്തോഷത്തോടെ ഇവിടുന്ന് പോന്നെയാണല്ലേ. അതാണല്ലേ. ഞാൻ എന്തായാലും പുറത്തെല്ലാം പോയിട്ട് വരുന്നു. ഇവനെന്തോ പറ്റിയ ദൈവമേ, എന്റെ മോൻ എന്തല്ലോ മനസ്സിലിട്ട് കളിക്കുന്നുണ്ട്. ഞാനെങ്ങനെ ഇവളോട് ഇത് പറയൂ? ഓൻ്റെ ഓളെയും കൂട്ടി എറണാകുളത്തേക്ക് മാറുന്നല്ലോ. അല്ല, നിങ്ങളെന്ത് ആലോചിച്ചിരിക്കുന്നേ? കൊറേ നേരമായാലും മുഖം താഴ്ത്തിയിരിക്കുന്നേ. കൊല്ലാൻ കൊണ്ടുപോകുന്നല്ലോ, ജോലിക്ക് പോകുന്നല്ലേ? അതിന് ഇത്രയും സെന്റിമെന്റ്സിന്റെ ആവശ്യമില്ല. നീ ഓല മുമ്പ് ഇങ്ങനെ മുഖം താഴ്ത്തിയിരിക്കുന്നുണ്ട്. ഓല് വിചാരിക്കും ഞാനിവിടെ നിന്ന് നിർബന്ധിച്ചു കൊണ്ടുപോകുന്നത്. ഒന്നും മിണ്ടാണ്ടിക്ക്. എല്ലാത്തരം ഭ്രാന്തെടുക്കുന്നുണ്ട്. സമയമായില്ലേ ട്രെയിനി വന്നോളൂ. രാവിലെ തന്നെ മഴയാലും 6 ട്രെയിനിനാ പോകുന്നതാ. ഞാൻ പറഞ്ഞു, ഓർമ്മ ഉണ്ടല്ലോ, കരച്ചിലും പിഴിച്ചിലും ഓരോ മുന്നിൽ നിന്ന് കാണിച്ചിട്ട് കാര്യമില്ല. കാരണോ പൊന്നെ വലിയ ആളായി പോയില്ലേ, സ്വന്തം തീരുമാനം എടുക്കാൻ ആളായി പോയില്ലേ. വളർത്തി അച്ഛനും അമ്മക്കും ഒരു വിലയില്ലാത്തൊരു കാലായത് പറയണ. ഇഞ്ച് കാഴ്ചകളിൽ കാണാൻ ഇഞ്ച പൊന്നുമോന്നില്ല. ഓൻ്റെ ജോലിയായിട്ട് ഓൻ്റെ ഭാര്യയായിട്ട് ഏടമാണ് ജീവിച്ചു. അതിന് ഇനി തടസ്സമൊന്നും നടക്കണ്ട. ഇനി ഓര് പോകുമ്പോൾ കാര്യം ഇത് ദുസ്സഹായന അതെല്ലാം പറയുള്ളൂ. അതുകൊണ്ട് ഇനിയൊന്നും പറയില്ല. ഓലായ ഓല പാടായി, അത്രയേ ഉള്ളൂ. അത് മതി. എല്ലാ അച്ഛന്മാരെയും ഗതികേടിക്കത്തിന് വളർത്തി ആളാക്കുന്നവരെ നമ്മളെ വേണം. അത് കഴിഞ്ഞു ഞാൻ എങ്ങനെയാ ഓനോട് സന്തോഷിച്ച് പറഞ്ഞാക്കണ്ടേ? ഓനാ എനക്കതിന് കഴിയോ? നിങ്ങളൊന്ന് പറഞ്ഞു നോക്ക്. നിങ്ങൾ പറഞ്ഞാൽ കേൾക്കും. പോവില്ല. എന്നാല് നിങ്ങളൊന്ന് പറഞ്ഞു നോക്ക്. ഒരു ഫോട്ടോ ഓരോ ഇഷ്ടത്തിന് വേണമാണ് ഒരു ഫോട്ടോ. 2 മക്കളായപ്പോ ചെറുപ്പത്തേക്ക് നോക്കിയത് വല്ലാതെ ഓരോ ഇങ്ങനെ നോക്കുന്ന ഫോട്ടോ. ഇപ്പൊ ഇന്റെ കൂടെ കല്യാണം കഴിച്ചിട്ട് ഇങ്ങനെ തിരിഞ്ഞ് നോക്കണ്ട. ഒരു സുഖയിലായിട്ട് നിൽക്കുന്നുണ്ട് അവള്. അതുപോലെ തന്നെ ഇവൻ മക്കളെ നോക്കിയിട്ട് ഒരു കാര്യമില്ലടോ. എനിക്കും ഇരിക്കും വരുന്ന അവസ്ഥയല്ല. ഇവിടെയുള്ള എല്ലാവർക്കും ഉള്ള അവസ്ഥ തന്നെയാണ്. ഓരോ ഇഷ്ടത്തിന് ജീവിക്കട്ടെ, അത്രയാണ്. അതേപോലെ കാല് പിടിച്ചിട്ടൊന്നൊരു കാര്യമില്ല. ഒരു തീരുമാനിച്ചല്ലേ ഒരു മോള് പോയ പോലെയാണോ മോൻ പോണത്? മോൻ ഇവിടെ വേണ്ട മോനല്ലേ നമ്മളെ മോനെ. അതോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഓല ആഗ്രഹിക്കുന്ന പോലെ ജോലി ആയാലും വിവാഹം ആയാലും ഓല ജീവിതം ഓല് തീരുമാനിച്ചോട്ടെ. അത് ഈ കാര്യത്തിലൊന്നും ഒരു കാര്യമില്ല. അതല്ല, ഒരു തീരുമാനിച്ച പോലെ ഒരു ജീവിതം നടക്കുകയുള്ളൂ. ഇനി കരച്ചിലും പിടിച്ചൊന്നും കാണിക്കണ്ട. ഇനി അതും മാറ്റി ഒരു വന്നിട്ട് അടിയിലാക്കണം. ഓരോ ഇഷ്ടത്തിന് എവിടെ വനക്കും എല്ലാവരും പോട്ടെ. ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള അടുത്ത് ഓരോ പോട്ടെ. നീ കരയണ്ട, എനിക്ക് ഞാനില്ലേ. ഇത് മതി, ഇത് മതി. അമ്മ ഞങ്ങൾ ഇറങ്ങുന്നു. അമ്മോ, സമയം പോയായി, വേറങ്ങ്. നല്ല മഴ ഉണ്ടല്ലോ.
പോയിട്ട് വരാന്ന് പറ മോനെ. എല്ലാം എടുത്തല്ലേ നീ? ടിക്കറ്റ് എല്ലാം നോക്കാവേ, ട്രെയിൻ ടിക്കറ്റ് എല്ലാം. ഞാൻ എത്തിയിട്ട് വിളിക്കാം അച്ഛനമ്മ. എന്തായാലും പോയിട്ട് വാ, നന്നായിട്ട് വരട്ടെ. അച്ഛാ മക്കളല്ലേ രണ്ടുപേരും പുള്ളിക്കും തെറ്റിക്കറേ. അങ്ങത്തെയോട് വിളിക്കണേ മോനെ. ഇവിടെ 2 പേരുണ്ടെന്നുള്ള ഓരോ കുട്ടിയോട്ട് വരണേ മോനെ. മോളെ ഓനെ നല്ല ശ്രദ്ധിക്കണേ മോനെ. ഓക്ക് ഓരോ ശ്രദ്ധയില്ലാത്ത ഓനെ നല്ല നോക്കണേ മോളെ. അതൊക്കെ ഞാൻ നോക്കിക്കോളാമേ. അവന്റെ കാര്യത്തിന് ഒരു കുറവും ഉണ്ടാവില്ല. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങുവാണേ.